ഡോക്ടർ ടി എം തോമസ് ഐസക് തുടരുന്നത്. ശ്രീ ടി എം തോമസ് ഐസക് മുൻ മുഖ്യമന്ത്രി, മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ എ കെ ആന്റണി ലൈനിൽ വന്നതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞു തുടങ്ങിയതാണ്. അങ്ങയുമായും ദീർഘകാലത്തെ ബന്ധമുള്ളതാണ്. അങ്ങ് എങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു? അങ്ങയുമായുള്ള ബന്ധം, ഒപ്പം നമ്മുടെ സമൂഹത്തിന് എത്രത്തോളം അനിവാര്യനായിരുന്നു എം കെ സാനുവിനെ പോലെയുള്ളവർ? ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി പറഞ്ഞു തുടങ്ങിയത് ഗുരുനാഥനെ കുറിച്ചാണ്. നല്ല ഒരു ഉൾക്കാഴ്ച തന്നെയാണ്. അദ്ദേഹത്തെ എന്നും സ്മരിക്കാം നല്ല അധ്യാപകൻ എന്നുള്ള രീതിയിലാണ്. അവിടെ നിന്നാ തുടക്കം. ശിഷ്യസമ്പത്ത് എന്ന് പറഞ്ഞത് രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം വലിയ ആദരവ് വലിയ വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആന്റണി സാർ പറഞ്ഞതുപോലെ എറണാകുളത്ത് സ്വന്തമായിട്ട് ജയിക്കാൻ കഴിഞ്ഞത് ഈ ശിഷ്യബലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ആ ശിഷ്യന്മാരില് എല്ലായ്പ്പോഴും അദ്ദേഹവുമായിട്ട് വളരെ സജീവ ബന്ധം പുലർത്തുന്ന കുറച്ചു പേരുണ്ട്. അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ എന്നും ഓർക്കുക, അദ്ദേഹം എനിക്ക് സമ്മാനമായിട്ട് തന്ന ഒരു പുസ്തകമാണ് പെൻഗ്വിന്റെ ആന്തോളജി ഓഫ് സോഷ്യലിസ്റ്റ് വേഴ്സസ്. അങ്ങനെ ഒരു പുസ്തകം തെരഞ്ഞെടുത്ത് അദ്ദേഹം തരിക മാത്രമല്ല, പിന്നീട് പലപ്പോഴും ആ കവിത വായിച്ചോ ഈ കവിത വായിച്ചോ എന്ന് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. കുട്ടികളുടെ ഞങ്ങളുടെയൊക്കെ അക്കാഡമിക് ആയിട്ടുള്ള വേദികളിൽ, സാഹിത്യവേദികളിലും മറ്റും സജീവമായിട്ട് പങ്കെടുക്കുമായിരുന്നു. കേരള സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം, ഒരു സ്ഥാനമുണ്ട്. അത് നവോത്ഥാനത്തിന്റെ മൂല്യങ്ങള് എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉറച്ച് ഉയർത്തി പിടിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളൊരാളാണ്. നമ്മുടെ വലിയ പ്രകാശഗോപുരങ്ങളുണ്ടല്ലോ കേരളത്തിന്, അഴീക്കോടൻ മാഷ് തുടങ്ങിയ പരമ്പരയില്, അങ്ങനെയുള്ളൊരു പ്രകാശഗോപുരമാണ് നമുക്ക് നഷ്ടമാകുന്നത്. ആ നവോത്ഥാന മൂല്യങ്ങളില് ഒരു വിട്ടുവീഴ്ചക്കും അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളില് പലതിലും ഉയർന്നു വരുന്നൊരു കാര്യം സമത്വബോധം, ജാതി ചിന്തകൾക്കും ഭേദങ്ങൾക്കും അതീതമായ നിലപാടുകള്, അത് ഒരു മറയുമില്ലാതെ തന്റെ നിലപാടുകള് വളരെ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു പുരോഗമന വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളോട് വളരെ അടുത്ത് അവസാനം വരെ പ്രവർത്തിച്ച് പിന്തുണ നൽകി വന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യ സഞ്ചയം. യഥാർത്ഥത്തില് ഓസ്നാഥിഷ്ണന്റെ മറ്റു സാറിന്റെയൊക്കെ നേതൃത്വത്തില് അതിന്റെ സമാഹാരം, അദ്ദേഹത്തിന്റെ മുഴുവൻ കൃതികൾ ശേഖരിച്ചപ്പോഴാണ് അതിന്റെ ഒരു വലിപ്പം തന്നെ മലയാളം പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞത്. കൈവെക്കാത്ത സാഹിത്യ നിരൂപണ മേഖലകള് ദുർലഭമാണ്. അങ്ങനെ വലിയൊരു സമ്പത്ത് നാളത്തെ കേരളത്തിന് വേണ്ടി തന്നുകൊണ്ടാണ് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗം നാടിനും സാഹിത്യത്തിനും വലിയ നഷ്ടമാണ്. അതില് അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും ഞാൻ രേഖപ്പെടുത്തുന്നു.